യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മ ശക്തിയാലും, നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മ ശക്തിയാലും തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. മിന്നൽ പിണറുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. മിന്നൽ പിണറുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെയും സമാപന പകൽക്കാല ദൈവജനമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഇങ്ങനെ ദിവസം ലഭിച്ചതിൽ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാ കർത്തദാസന്മാർക്കും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പൂർണ്ണമായി 21 ദിവസം ഉപവസിച്ചില്ലെങ്കിലും അല്പ ദിവസങ്ങൾ ദൈവസഭയോട് ചേർന്ന് ഉപവസിക്കുവാൻ ദൈവം എനിക്കും ഭാഗ്യം തന്നു. അത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി. ഒരു ചെറിയ ആലോചന വചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ച് തുടർന്ന് കർത്താവിൻ്റെ മേശയിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ താല്പര്യപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 36-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 36-ാമത്തെ വാക്യം. ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ഇതിന് ദാവീദിനെ പ്രാപ്തമാക്കിയ 4 ഘടകങ്ങൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ആ തലമുറയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദാവീദിനെ പ്രാപ്തമാക്കിയ ഒന്നാമത്തെ ഘടകം കോണ്ടാക്റ്റ്. ഞാനത് വിശദീകരണത്തിലേക്ക് വരുന്നുണ്ട്. 1 കോണ്ടാക്റ്റ്, 2 കമ്മിറ്റ്മെൻറ്റ്, 3 കൺസേൺ, 4 കോൺസെക്രേഷൻ. ഒന്നുകൂടി ആവർത്തിക്കുന്നു. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷിക്കുവാൻ അവനെ പ്രാപ്തമാക്കിയ ഒന്നാമത്തെ ഘടകം ദൈവവുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കമാണ്. ഒരു കാര്യം ചെയ്യണമോ വേണ്ടായോ എന്ന് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് മാത്രമേ ദാവീദ് ആ കാര്യം ചെയ്തിരുന്നുള്ളൂ. അതിന് ധാരാളം തെളിവുകൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അവർ രാജസ്ഥാനത്തേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുമ്പോൾ ദാവീദ് ദൈവത്തോട് ആലോചന ചോദിച്ചു. 2 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. 2 ശമൂവേൽ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. കണ്ടോ, ശൗൽ രാജാവ് പട്ടുപോയി. അടുത്ത ദാവീദ് രാജസന്നിധിയിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴി തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദ് യഹോവയോട് ആലോചന ചോദിച്ചു, ഞാൻ യഹൂദ നഗരങ്ങളിലേക്ക് പ്രവേശിക്കണമോ? ദൈവം വ്യക്തമായ ആലോചന കൊടുത്തു, നീ പ്രവേശിക്കുവാൻ. ഈ ആലോചന ലഭിച്ച ദാവീദ് പിന്നെയും ദൈവത്തോട് ആലോചന ചോദിച്ചു, ഏത് പട്ടണത്തിലേക്ക് പോകണം? താഴോട്ട് വായിക്കാം. നീ ഹെബ്രോനിലേക്ക് വേണം കടന്നു പോകുവാൻ. അവൻ ദൈവമായിട്ട് സമ്പർക്കം പുലർത്തി ആലോചന പ്രാപിച്ചാണ് അവൻ കാലടി മുന്നോട്ട് വെച്ചത്. ഈ ദാവീദ് അഭിഷിക്തനായി എന്ന് കേട്ടപ്പോൾ ഫെലിസ്ത്യർ ദാവീദുമായി യുദ്ധത്തിന് വന്നു. അന്നേരം ദാവീദ് യഹോവയോട് ആലോചന ചോദിച്ചു. 2 ശമൂവേൽ 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. 19-ാമത്തെ വാക്യം.
ഞാൻ ഫെലിസ്തയുടെ നേരെ പുറപ്പെടണമോ? ദൈവം പറഞ്ഞു, നീ പുറപ്പെടാൻ പറഞ്ഞു. ആ യുദ്ധത്തിൽ വലിയ ജയം ദാവീദ് ലഭിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ പിന്നെയും ഫെലിസ്തീയ യുദ്ധത്തിന് വന്നു. പഴയ പരിചയം വെച്ച് ദാവീദ് യുദ്ധത്തിന് പോകുകയല്ല ചെയ്തത്. അവൻ വീണ്ടും ദൈവത്തോട് ആലോചന ചോദിച്ചു. 23-ാം വാക്യം. ദാവീദ് യഹോവയോട് ചോദിച്ചപ്പോൾ, അപ്പോൾ ഓരോ പ്രാവശ്യവും ദൈവത്തോട് ആലോചന ചോദിച്ചാണ് ദാവീദ് കാലടി വെച്ചത്. ദാവീദ് തൻ്റെ തല മുതൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് പറയുമ്പോൾ അതിനവനെ സഹായിച്ച ഒന്നാമത്തെ ഘടകം ദൈവമായിട്ടുള്ളതായ അഭേദ്യമായ ബന്ധമാണ്. ദൈവത്തോട് ആലോചന ചോദിച്ച് ആലോചനയ്ക്കൊത്തവണ്ണം കാലടി വെച്ചു. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ദാവീദ് ശുശ്രൂഷ ചെയ്യുവാൻ അവനെ സഹായിച്ച രണ്ടാമത്തെ ഘടകം ഹിസ് കമ്മിറ്റ്മെൻറ്റ്, അവൻ്റെ സമർപ്പണമാണ്. ഒരാലോചന ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കഴിയുമ്പോൾ ആ ആലോചനയ്ക്ക് അവൻ തന്നെ വിധേയപ്പെടുത്തിയത്. ഒരു ദൃഷ്ടാന്തം ബൈബിളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ, ദാവീദ് നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, ഞാൻ അരമനയിൽ പാർക്കുന്നു, യഹോവയുടെ പെട്ടകം കൂടാരത്തിൽ ശീലോവിലാണ്. ആ പെട്ടകത്തിന് വേണ്ടി ഞാൻ ഒരു ആലയം പണിയുവാൻ ആഗ്രഹിക്കുന്നു. നാഥാൻ തൻ്റെ സ്വബുദ്ധിയിൽ ഒരാലോചനയൊക്കെ കൊടുത്തെങ്കിലും പിന്നെ ദൈവീക ആലോചന നാഥാനിൽ കൂടെ ലഭിച്ചപ്പോൾ ദാവീദ് ആലോചന മുമ്പാകെ തന്നെ വിധേയപ്പെടുത്തുവാൻ ഇടയാക്കി. ഇത് ദാവീദ് തന്നെ പ്രസ്താവിക്കുന്നുണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അവൻ എൻ്റെ നാമത്തിൽ ആലയം പണിയും. ദാവീദ് ശലോമോനോട് പറയുന്ന കാര്യമാണ്. ആലയം പണിയുവാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ എൻ്റെ രക്തം ചൊരിഞ്ഞതുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞു, നീ അല്ലി ആലയം പണിയേണ്ടത്, നിനക്ക് ജനിപ്പാനിരിക്കുന്ന മകനാണ് ആലയം പണിയേണ്ടത്. ആ ദൈവിക ആലോചനയ്ക്ക് ഈ ദാവീദ് തന്നെ വിധേയപ്പെടുത്തി. ശൗലിൻ്റെ പരാജയ കാരണങ്ങളിൽ ഒന്ന്, ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ച ശൗൽ ആ ആലോചനയ്ക്ക് പലപ്പോഴും നിന്നില്ല എന്നുള്ളതാണ്. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, ഞാൻ വരുന്നിടം വരെ നീ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണം, ഞാൻ വന്നിട്ട് യാഗം കഴിക്കാം. ഈ ശമൂവേൽ വരാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഈ ശൗൽ അവിവേകം പ്രവർത്തിച്ചു. ശമൂവേൽ അവൻ്റെ തെറ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ദാവീദ് ഒരാലോചന ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കഴിയുമ്പോൾ ആ ആലോചനയ്ക്ക് അവൻ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹിസ് കമ്മിറ്റ്മെൻറ്റ്. ഒന്ന് കോണ്ടാക്ട്, 2 കമ്മിറ്റ്മെൻറ്റ്. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അവനെ സഹായിച്ച മൂന്നാമത്തെ ഘടകം ഹിസ് കൺസേൺ, അവൻ്റെ ആത്മഭാരം. വിശേഷിച്ച് ആലയത്തോടുള്ള ബന്ധത്തിലെ അവൻ്റെ ആത്മഭാരം പലപ്പോഴും ദാവീദ് പ്രകടിപ്പിക്കുന്നുണ്ട്. 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. 2 ശമൂവേൽ 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആ ആ ആ ആ കണ്ടോ, ഇതാണ് അവൻ്റെ ആ കൺസേൺ. പഴയ നിയമത്തിൽ കൈപ്പണിയായ ആലയത്തിലാണ് യഹോവ വാസം ചെയ്യുന്നത്. അപ്പോൾ ആ ദൈവത്തെ വസിപ്പിക്കുവാൻ, ഒരാലയം പണിയുവാൻ അവൻ മനോഹരമായ കൊട്ടാരത്തിൽ പാർക്കുന്നു. യഹോവ വസിക്കേണ്ടതായ ആ നിയമപ്പെട്ടകം കൂടാരത്തിൽ ശീലോവിലാണ്. എനിക്കൊരാലയം പണിയണം. അവൻ്റെ ആലയത്തോടുള്ള ബന്ധത്തിൽ, ആരാധനയോടുള്ള ബന്ധത്തിൽ അവൻ്റെ ആ കൺസേൺ, ആത്മഭാരമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാഥാൻ പ്രവാചകൻ പറഞ്ഞു, നീ പണിയേണ്ട കാര്യം, നീയല്ല പണിയേണ്ടത്, നിന്റെ മകൻ പണിയും. ഈ ആലോചന പ്രാപിച്ച ദാവീദ് അങ്ങനെ ഒരു ആലയം മകൻ പണിയുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും സഹായങ്ങളും
അവൻ്റെ മരണത്തിന് മുമ്പ് ദാവീദ് ചെയ്തു. 1 ദിനവൃത്താന്തം 22 അധ്യായം 4-5 വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 22 അധ്യായം 4-5 വാക്യങ്ങൾ. ആ ആ ആ ആ ആ അതിന് തക്കവണ്ണം ഞാൻ വട്ടം കൂട്ടും. നീ 14 വാക്യം. ആ കണ്ടോ, ഇതാണ് അവൻ്റെ ആ കൺസേൺ. ഒരു വാക്യം കൂടെ, 29 അധ്യായം 3 വാക്യം കൂടി. 29 അധ്യായം 3 വാക്യം. ആ ആ അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തോടുള്ള അവൻ്റെ ആ കൺസേൺ അവൻ പ്രകടിപ്പിച്ചത്. ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധം, ദൈവിക ആലോചനയ്ക്ക് വിധേയപ്പെടാനുള്ള മനോഭാവം, ദൈവിക ആലയത്തോടുള്ള അവൻ്റെ ആ പ്രതിഭക്തി. ദാവീദ് തൻ്റെ തലമുറയിൽ യഹോവയുടെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അവനെ സഹായിച്ച 4-ാമത്തെ ഘടകം കോൺസക്രേഷൻ, തെറ്റ് തിരുത്തുവാനുള്ള മനോഭാവം. ദാവീദിൻ്റെ ജീവിതത്തിൽ പ്രധാനമായി 3 വലിയ തെറ്റുകളാണ് സംഭവിച്ചത്, ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ 3 തെറ്റുകളും ദൈവം അവനെ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് തിരുത്തുവാനുള്ള മനോഭാവം ഈ ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായി. ദാവീദ് ചെയ്ത 1-ാമത്തെ തെറ്റ്, അവൻ രാജാവായ ഉടനെ കുന്നിന്മേലുള്ള അബീനാദാമിൻ്റെ വീട്ടിലിരുന്ന യഹോവയുടെ പെട്ടകം അവൻ്റെ നഗരത്തിൽ കൊണ്ടുവരുവാൻ ഇവനൊന്ന് ഇറങ്ങിപ്പുറപ്പെട്ടു. പ്രമാണമുള്ള ദാവീദ് പ്രമാണം തെറ്റിച്ച കാളവണ്ടിയിൽ ഈ പെട്ടകം കൊണ്ടുവന്നു. യഹോവ അന്നൊരു ഛേദമയച്ചു, ഉസ്സ പട്ടുപോയി. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു. ആ പെട്ടകം ഒബേദോമിൻ്റെ ഭവനത്തിൽ വെച്ച് ദാവീദ് ലജ്ജിതനായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. 3 മാസം കഴിഞ്ഞ് ആ പെട്ടകം വീണ്ടും കൊണ്ടുവരുമ്പോൾ ദാവീദിന് പറ്റിയ തെറ്റ് ദാവീദ് ജനത്തോട് ഏറ്റുപറയുന്നുണ്ട്. 1 ദിനവൃത്താന്തം 13 അധ്യായം 7 വാക്യത്തിൽ. 1 ദിനവൃത്താന്തം 13 അധ്യായം 7 വാക്യം. ആ ആ ആ ആ ആ ഇനി അതിൻ്റെ 13 വാക്യം വായിച്ചാട്ടെ. 13 വാക്യം. 15 അധ്യായം 13 വാക്യം. 15 അധ്യായം 13 വാക്യം. ആ ആ നാം അവനെ അന്ന് നിയമപ്രകാരമല്ല അന്വേഷിച്ചത്, അതെനിക്കും വന്ന തെറ്റാണ്. ഇന്ന് ഞാൻ നിയമപ്രകാരം ഈ പെട്ടകം എൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരും. തെറ്റ് തിരുത്തുവാനുള്ള മനോഭാവം. പിന്നെ 1-ാമത് സംഭവിച്ച ആ തെറ്റ് പിന്നെ ദാവീദ് ആവർത്തിച്ചില്ല. തെറ്റ് തിരുത്തി വ്യവസ്ഥ പ്രകാരം പെട്ടകം തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു, തൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവന്നു. രാജാവായ സമയത്ത് അവൻ ചെയ്ത ഈ തെറ്റ് ദൈവം തന്നെ നേരിട്ട് ഇടപെട്ട് അവനെ ബോധ്യപ്പെടുത്തി. ദാവീദ് ചെയ്ത 2-ാമത്തെ തെറ്റ്, അല്പം ഭരണം മുന്നോട്ട് പോയപ്പോൾ അവൻ ഊരിയാവിനെ കൊന്നു, ബത്ശബയെ സ്വന്തമാക്കി. 2 ശമൂവേലിന്റെ പുസ്തകം 11 അധ്യായത്തിലാണ് ഈ പെട്ടകം കൊണ്ടുവന്ന കാര്യം. 2 ശമൂവേലിന്റെ പുസ്തകം 6 അധ്യായത്തിൽ അതിൻ്റെ വിശദീകരണം കാണുവാൻ കഴിയും.
രണ്ടാമത്തെ തെറ്റ് 2 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ കാണുന്ന ബത്ശബയെ സ്വന്തമാക്കിയതാണ്. ഈ തെറ്റ് നാഥാൻ കൽപ്പന നിമിത്തം യോവാബിന് രാജകൽപ്പന അനുസരിക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ ഗാദ് പ്രവാചകൻ മുഖാന്തരം ദൈവം ദാവീദിനെ തെറ്റ് സൂചിപ്പിച്ചപ്പോൾ ദാവീദ് തൻ്റെ തെറ്റിനെ പറ്റി അനുദപിക്കുന്നുണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യം, 17-ാമത്തെ വാക്യം. ഞാനാണ് പാപം ചെയ്തത്, ഈ ആടുകൾ എന്തു വിടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായി വരട്ടെ. അവൻ ആ തെറ്റ് തിരുത്തി. ഇതാണ് കോൺസെക്രേഷൻ എന്ന് പറയുന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചെങ്കിലും അത് തിരുത്തുവാനുള്ള മനോഭാവം ഉണ്ടായിരുന്നു. പിന്നെ ഒരിക്കലും അവൻ ആ തെറ്റിൽ അകപ്പെട്ടിട്ടില്ല. ഈ 3 തെറ്റുകളാണ് വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നത്. അല്ലാതെ മറ്റൊരു തെറ്റ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞിടെ നമ്മളൊരു വ്യാഖ്യാനം കേട്ടു. ശൗൽ രാജാവ് 2 വർഷം നേതാമണ്ണ അഭിഷിക്തനായിട്ട് ജനത്തെ ഭരിച്ചു. അത് കഴിഞ്ഞ് ഇവൻ്റെ മേലൊരു ദുരാത്മാവ് വന്ന് പിന്നെ 38 വർഷം ദുരാത്മാവ് ബാധിച്ചവൻ രാജ്യത്തെ ഭരിച്ചു. ദാവീദിന് ശൗലിനെ കൊല്ലുവാൻ അവസരം ലഭിച്ചു. ദാവീദ് കൊന്നില്ല. അത് ദാവീദിന്റെ ഭാഗത്തെ തെറ്റായിപ്പോയെന്ന്. അതൊരു ദുർവ്യാഖ്യാനമൊന്നേ ഉള്ളൂ. അത് തെറ്റായിരുന്നു എങ്കിൽ അന്ന് നാഥാൻ പ്രവാചകനുണ്ട്, ഗാദ് പ്രവാചകനുണ്ട്. ഇവരിലൂടെ ഈ തെറ്റും ദാവീദിനെ ചൂണ്ടിക്കാണിച്ചേനെ. യഹോവയുടെ അഭിഷിക്തന് നേരെ കൈ ഓങ്ങുവാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല എന്ന് ദാവീദ് തന്നെ ഭയത്തോടെ പറയുന്നുണ്ട്. അതൊരു തെറ്റായിട്ട് ശൗലിനെ കൊല്ലാഞ്ഞതൊരു തെറ്റായിട്ട് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഒരു രേഖയുമില്ല. അവൻ ചെയ്തതിനെ ശ്ലാഘിച്ചാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനെ നമ്മളെ അറിഞ്ഞും അറിയാത്തവരുമായ ദൈവദാസന്മാർ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ തെറ്റായ വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ ഇത് മനസ്സിൽ കൊണ്ട് നടക്കുകയല്ല, ദൈവദാസന്മാരോട് ചോദിക്കണം അത് ശരിയാണോ. വിശേഷിച്ച് നിങ്ങളുടെ പാസ്റ്റർ ദൈവവചനം സംബന്ധിച്ച പ്രഗത്ഭനാണ്. ഏത് ചോദ്യവും വചനത്തിൻ്റെ വെളിച്ചത്തിൽ ആധികാരികമായി മറുപടി അറിയാൻ അദ്ദേഹത്തിന് കഴിയും. വരുന്ന സംശയങ്ങളും ചോദ്യങ്ങളും മനസ്സിൽ വച്ചുകൊണ്ട് പോകാതെ ചോദിച്ച് അത് വ്യക്തത പ്രാപിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഞാൻ ഇവിടുത്തെ ആരാധന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു 9:30. അപ്പോൾ റാന്നിന്ന് ഒരാൾ എന്നെ വിളിച്ചു. അദ്ദേഹത്തെ എനിക്കറിയത്തില്ല, അദ്ദേഹത്തിന് എന്നെ അറിയത്തില്ല. എൻ്റെ ഫോണ് നമ്പർ ഏതാണ്ട് അദ്ദേഹത്തിന് കിട്ടി എന്നെ വിളിക്കുക. വിളിച്ച ഉടനെ അദ്ദേഹം പറഞ്ഞത് റാന്നിന്ന് ഞാൻ വിളിക്കുകയാണ്, സാറേ ഈ കൈവശം ഇറക്കാൻ എണ്ണ കൊടുക്കാൻ വചനത്തിൽ വകുപ്പ് വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഒരു വകുപ്പും ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പം ഈ ആരാധന കേട്ടോന്ന് ചോദിച്ചു. അപ്പോൾ ഫോണിൽ കൂടെ ഭയങ്കര ആരാധനയും അന്യഭാഷയും കേൾക്കാം. ഇവിടുത്തെ പാസ്റ്റർ വന്നു ഒരാൾക്ക് കൈവശമാണെന്ന് പറഞ്ഞ എണ്ണ പ്രാർത്ഥിച്ചു കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം എടുത്തു വായിച്ച വാക്യം ആവർത്തന പുസ്തകം 32-ാം അധ്യായം 13-ാം വാക്യമാണ്. ഞാൻ പിന്നീട് ആ വാക്യം എടുത്തൊന്ന് നോക്കി. അവിടെ എണ്ണ കൊടുക്കാൻ അനുവാദമുണ്ടെന്നാണ്. ഒന്ന് വായിച്ചാലും വേണ്ടില്ല. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവന് പാറയിൽ നിന്ന് തേനും എണ്ണ കുടിപ്പിച്ചെന്ന്. അപ്പൊ എണ്ണ കുടിപ്പിക്കാം ഇത് പറഞ്ഞ എണ്ണ കുടിപ്പിച്ചു. ഞാൻ പറഞ്ഞാൽ ചെയ്ത് എണ്ണ പൂശി പ്രാർത്ഥിക്കാനാണ് വചനം, എണ്ണ കുടിപ്പിക്കാൻ വചനമില്ലെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ അമ്മച്ചിയെ കാണാൻ പോയ സമയത്ത് ഒരു 10:30 ആയപ്പോൾ ഇദ്ദേഹം പിന്നെ എന്നെ വിളിച്ചു. എൻ്റെ സാറേ, എൻ്റെ സ്നേഹിതനോടാണ് ഇത് ചെയ്തത്, എൻ്റെ കൂട്ടുകാരനെയാണ് എണ്ണ കുടിപ്പിച്ചത്. എൻ്റെ കൂട്ടുകാരനിപ്പോൾ ടോയ്ലറ്റിൽ കിടക്കുകയാണ്. 2 കുടം വെള്ളം എണ്ണ കുടിച്ചാൽ ടോയ്ലറ്റിൽ കിടക്കുകയല്ല, അത് പിന്നെ എന്തോ പ്രതീക്ഷിക്കേണ്ടത്. ഈ വാക്യമെടുത്ത് എണ്ണ കുടിപ്പിച്ച കൈവശം കളയാനാണെങ്കിൽ അവിടെ ആദ്യം എഴുതിയിരിക്കുന്നത് തേൻ കൊടുക്കാമെന്ന്. തേൻ കുടിപ്പിച്ച കൈവശം ഇറക്കണം. തേൻ കുടിച്ച കൈവശം ഇറക്കണമെങ്കിൽ ഒരു കുപ്പി തേൻ കുടിച്ചാലും കൈവശം പോകത്തില്ല. പക്ഷെ എളുപ്പപ്പണിയുണ്ട്.
ഒരോടെ വെളിച്ചെണ്ണ പോലെ തേച്ചാൽ മതി. ഈ വാക്യം തന്നെ ആക്ഷരികമായിട്ടെടുത്താൽ പാറയിൽ നിന്നുള്ള എണ്ണ കുടിപ്പിച്ചെന്ന്, ഇത് മരത്തിൽ നിന്നുള്ള തേങ്ങയുടെ എണ്ണയാണ് കുടിപ്പിച്ചത്. അപ്പോൾ ഈ പത്തരയ്ക്ക് ഈ മനുഷ്യൻ പിന്നെ എന്നെ വിളിച്ചു. എൻ്റെ പൊന്നു സാറേ എന്ത് ചെയ്യണം? എൻ്റെ പാസ്റ്റർ ഇതിനെ അനുകൂലിച്ച് നിൽക്കുകയാണ്. പാസ്റ്ററോടൊന്ന് സംസാരിക്കുക. എനിക്ക് ആ പാസ്റ്ററെ അറിയത്തില്ല. ഏതായാലും നിങ്ങൾ തന്നെ കാര്യം കൈകാര്യം ചെയ്യാൻ പറഞ്ഞ് ഞാൻ ഫോണെ കട്ട് ചെയ്തു. എണ്ണ കുടിപ്പിക്കുന്ന ഇതുപോലെ ഏതെങ്കിലും ഒരു വാക്യങ്ങളെടുത്ത് എണ്ണ കുടിപ്പിക്കാം എന്ന് പറഞ്ഞ് കാണിക്കുന്ന അന്ധക്കരണങ്ങൾ, പരിജ്ഞാനമില്ലായിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്നുള്ളത് എത്രയോ പരമാർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളും ദുരുപദേശങ്ങളും ആകാത്ത ശുശ്രൂഷകളും കാണുമ്പോൾ വചനത്തിലുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ദൈവദാസനോട് ചോദിച്ച് ഇത് മനസ്സിലാക്കണം. ഞാൻ മടങ്ങി വരുന്നു. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ഒന്ന്, ഹിസ് കോണ്ടാക്ട് വിത്ത് ഗോഡ്, ദൈവമായിട്ടുള്ള അവൻ്റെ അഭേദ്യമായ ബന്ധം. രണ്ട്, ഹിസ് കമ്മിറ്റ്മെൻറ്റ്, ആ ആലോചനയ്ക്ക് അവൻ തന്നെ വിധേയപ്പെടുത്തിയത്. മൂന്ന്, ഹിസ് കൺസേൺ, ദൈവത്തിൻ്റെ ആരാധനയോടുള്ള ബന്ധത്തിൽ അവൻ്റെ ആത്മഭാരം, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആത്മഭാരം, നശിച്ചു പോകുന്ന ആത്മാക്കളെ പറ്റിയുള്ള ആത്മഭാരം. ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകളിലൂടെ ഞാനും നിങ്ങളും അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മൂന്ന്, കോൺസെക്രേഷൻ, നാം പലതിലും തെറ്റിപ്പോകുന്നു. യാക്കോബ് അപ്പോസ്തലന്റെ ഭാഷയിൽ ആ തെറ്റ് ആവർത്തിക്കുകയല്ല, അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പിന്നെ ഒരിക്കലും ആ തെറ്റിൽ അകപ്പെടാതെ വിശുദ്ധിയോടുകൂടി നമ്മുടെ ജീവിതകാലം മുന്നോട്ട് നയിച്ചാൽ ഈ തലമുറയിൽ നമുക്കും ദൈവത്തിൻ്റെ ആലോചനയ്ക്കൊത്തവണ്ണം ശുശ്രൂഷ ചെയ്ത് അക്കരെ നാട്ടിൽ പോകുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ മേശയുള്ള ബന്ധത്തിൽ നാം തുടർന്നായിരിക്കും. തൻ്റെ ഐഹിക ശുശ്രൂഷ വേളയിൽ 5 പ്രാവശ്യമാണ് അപ്പം നുറുക്കിയിട്ടുള്ളത്. ഒന്നാമത് കർത്താവ് അപ്പം നുറുക്കിയത് 5 അപ്പം കയ്യിലെടുത്ത് വാഴ്ത്തി നുറുക്കിയായിരുന്നു. ആ വേദഭാഗം നമുക്കൊന്ന് വായിച്ച് നമ്മുടെ ചിന്ത മുന്നോട്ടേ പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇത് 5 അപ്പം കർത്താവ് കയ്യിലെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തതാണ്. 5000 പുരുഷന്മാർ, സ്ത്രീകളും കുഞ്ഞുങ്ങളും വേറെ. രണ്ടാമത് കർത്താവ് അപ്പം കയ്യിലെടുത്ത് വാഴ്ത്തി നുറുക്കുന്നത് 7 അപ്പം കർത്താവ് കയ്യിലെടുത്ത് വാഴ്ത്തി നുറുക്കി. മത്തായി സുവിശേഷം 15-ാം അധ്യായം 32-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം ആ 7 അപ്പം കർത്താവ് കയ്യിലെടുത്ത് വാഴ്ത്തി പുരുഷാരത്തിന് കൊടുത്തു. ഈ ആദ്യത്തെ 2 അപ്പം നുറുക്കുകളിൽ പുരുഷാരത്തിൻ്റെ വയറ് നിറയുവാനിടയായിട്ട് കർത്താവിൻ്റെ 3-ാമത്തെ അപ്പം നുറുക്കം മത്തായി സുവിശേഷം 26-ാം അധ്യായം 26-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. ഈ 3-ാമത്തെ അപ്പം നുറുക്കിൽ ശിഷ്യന്മാരുടെ കണ്ണ് നിറഞ്ഞു. ഇനി 4-ാമത്തെ അപ്പം നുറുക്കം ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. 30-31 ലൂക്കോസിന്റെ സുവിശേഷം. ഉടനെ അവിടെ കണ്ണു തുറന്നു. 4-ാമത്തെ അപ്പം നുറുക്കിൽ ശിഷ്യന്മാരുടെ കണ്ണു തുറന്നു. ആദ്യത്തെ 2 അപ്പം നുറുക്കുകളിൽ പുരുഷാരത്തിന്റെ വാറ നിറഞ്ഞു. 3-ാമത്തെ അപ്പം നുറുക്കിൽ ശിഷ്യന്മാരുടെ കണ്ണ് നിറഞ്ഞു. ഈ 4-ാമത്തെ ഈ അപ്പം നുറുക്കിൽ ശിഷ്യന്മാരുടെ കണ്ണ് തുറന്നു. 5-ാമത്തെ അപ്പം നുറുക്കം യോഹന്നാന്റെ സുവിശേഷം
21 അധ്യായം 13 വാക്യം. 21 അധ്യായം 13 വാക്യം. യേശു വന്നു, അപ്പമെടുത്ത് അത് ശിഷ്യന്മാർക്ക് കൊടുത്തു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തിബിരിയാസ് കടൽക്കരയിൽ നടത്തുന്ന അപ്പം നുതക്കാണ്. ഇത് നാം നിത്യത ചെല്ലുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന റോയൽ ബാങ്കറ്റിന്റെ സ്വർഗീയ വിരുന്നിന്റെ നിഴലാണ് ഈ 5ാമത്തെ അപ്പം നുതക്ക്. ഇവിടെ ഇപ്പോൾ കർത്താവിൻ്റെ ഈ 5 അപ്പം നുതക്കുകളിലെ 3ാമത്തെ അപ്പം നുതക്കിൻ്റെ ശുശ്രൂഷയുടെ മുമ്പിലാണ് ഇന്ന് പൽക്കാലം നാം ആയിരിക്കുന്നത്. ഈ തിരുവത്താഴ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പല തെറ്റിദ്ധാരണകൾ ആത്മീയ ഗോളത്തിലുണ്ട്, ക്രൈസ്തവ സഭകളിലുണ്ട്. അതിൽ ഒന്നാമത്തെ തെറ്റിദ്ധാരണ, ഈ അപ്പവീഞ്ഞുകൾ ഭക്ഷിച്ചാൽ പാപമോചനം ലഭിക്കുമെന്ന്. ഇത് സമുദായ സഭകളിൽ ചിലത് പഠിപ്പിക്കുന്ന ഒരു ഉപദേശമാണ്. ഇത് ഭക്ഷിച്ചാൽ പാപമോചനം ലഭിക്കുമെന്ന് ഒരു തെളിവോ വാക്യമോ ബൈബിളിലില്ല. പാപമോചനം പ്രാപിച്ചവർ ഭക്ഷിക്കേണ്ടതാണ് ഈ അപ്പവീഞ്ഞുകൾ. മാത്രമല്ല, അയോഗ്യമായി അപ്പവീഞ്ഞുകൾ ഭക്ഷിച്ചാൽ ബലഹീനരും രോഗികളും നിദ്ര പ്രാപിക്കുകയും ചെയ്യും എന്നാണ് വാക്യം. 2ാമത്തെ തെറ്റിദ്ധാരണ, ഈ ശുശ്രൂഷ രാത്രിയിൽ മാത്രമേ നടത്താവൂ. അത്താഴമെന്ന വാക്കെടുത്താണ് അങ്ങനെ ഒരു ഉപദേശം അതിനെ സ്ഥാപിക്കുന്നത്. ഈ ശുശ്രൂഷ രാത്രിയിൽ മാത്രം നടത്താവുന്ന ശുശ്രൂഷയല്ല, ഏത് സമയത്തും ചെയ്യാം. പുതിയ നിയമത്തിലെ അടിസ്ഥാന ഉപദേശമെന്ന് പറയുന്നത്, പ്രമാണമെന്ന് പറയുന്നത്, പുതിയ നിയമത്തിലെ ഏത് ശുശ്രൂഷയും ഏത് സമയത്തും ചെയ്യാം. പഴയ നിയമത്തിലാണ് ദിവസവും കാലവും സമയവും ഒക്കെ നോക്കി ചെയ്യേണ്ടത്. പുതിയ നിയമത്തിൽ ഏത് ശുശ്രൂഷയും ഏത് സമയത്തും ചെയ്യാം. അപ്പോൾ ഇത് അത്താഴമെന്ന് പറഞ്ഞ രാത്രിയിൽ മാത്രം ചെയ്യത്തക്കവണ്ണം ചെയ്യാവുന്ന ശുശ്രൂഷയല്ല, ഏത് സമയത്തും ഇത് ചെയ്യാം. 3ാമത്തെ തെറ്റിദ്ധാരണ ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ, പാദം കഴുകലിന് ശേഷം മാത്രമേ ഈ ശുശ്രൂഷ ചെയ്യാവൂ. അങ്ങനെ ചെയ്യുന്ന പെന്തിക്കോസ്ത് സഭകൾ നമ്മുടെ ചുറ്റുവട്ടത്തും ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ വേദഭാഗം എടുത്താണ് തെളിയിക്കുന്നത്. ആ ഭാഗം വിശകലനം ചെയ്താൽ പാദം കഴുകൽ തിരുവത്താഴത്തോടുള്ള ബന്ധത്തിലല്ല അവിടെ എഴുതിയിരിക്കുന്നത്, പെസഹായോടുള്ള ബന്ധത്തിലാണ്. കർത്താവ് ശിഷ്യന്മാരുടെ പാദം കഴുകി അടുത്ത് പെസഹ ആചരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് കത്തുമേശ നടത്തിയത്, കർത്താവിൻ്റെ അത്താഴം അവർ ഭക്ഷിച്ചത്. മാത്രമല്ല, പുതിയ പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്കും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പാദം കഴുകി അപ്പം നുറുക്കി എന്ന ഒരു പ്രസ്താവനയും നമ്മൾ പിന്നെ ബൈബിളിൽ കാണുന്നില്ല. പാദം കഴുകൽ അത് നല്ല കാര്യമാണ്, എന്നാൽ അത് തിരുവത്താഴത്തോടുള്ള ബന്ധത്തിലല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിലെ 4ാമത്തെ തെറ്റിദ്ധാരണ, പുളിപ്പില്ലാത്ത അപ്പം മാത്രമേ ഈ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കാവൂ. അങ്ങനെ ഒരു ഉപദേശവും നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയത്തില്ല. പുതിയ നിയമത്തിൽ പുളിപ്പ് നാം കാണുന്നു, അത് ജീവിതത്തിലെ പുളിപ്പും ഉപദേശത്തിലെ പുളിപ്പുമായിട്ടേ നമ്മൾ കാണുന്നുള്ളൂ. തിരുവത്താഴത്തോടുള്ള ബന്ധത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തെ പറ്റി പരാമർശമില്ല. ഇത് പലരുടെയും ഈ ചിന്ത കടന്നു വരുവാൻ കാരണം പെസഹായുമായിട്ട്, പെസഹായിലെ അപ്പവുമായി ഇത് കൂട്ടി ചിന്തിക്കുന്നത് കൊണ്ടാണ്. പെസഹായുടെ അപ്പം പുളിപ്പില്ലാത്ത അപ്പമായിരിക്കണം. അതുമായി ഇത് കൂട്ടി വായിക്കുമ്പോഴാണ് പുളിപ്പില്ലാത്ത അപ്പം വേണം ഈ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുവാൻ എന്ന തെറ്റിദ്ധാരണ പലരുടെയും തലയിൽ കടക്കുന്നത്. അപ്പോൾ ഇന്ന് ഉപയോഗിക്കേണ്ട അപ്പം പുളിപ്പില്ലാത്തതാണോ പുളിപ്പുള്ളതാണോ ആണ് വേണ്ടതെന്ന് യാതൊരു തെളിവും ബൈബിളിലില്ല. ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഈ 5ാമത്തെ തെറ്റിദ്ധാരണ, ആരാധനയുണ്ടോ തിരുവത്താഴവും വേണം. അങ്ങനൊരു ചിന്താഗതിയും ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. എന്ന് വെച്ചാൽ എല്ലാ ഞായറാഴ്ചയും തിരുവത്താഴം വേണം, എന്നാലേ ആരാധന പൂർണ്ണമാകത്തുള്ളൂ എന്ന്. നാം നിത്യത ചെല്ലുന്നത് കർത്താവിനെ ആരാധിക്കാനാണ്. അവിടെ തിരുവത്താഴം കഴിച്ച് ആരാധന നടത്തുന്നു എന്നൊരു പരാമർശം ബൈബിളിലില്ല. ഈ ശുശ്രൂഷ സാധാരണ ഞങ്ങൾ ബൈബിൾ കോളേജുകളിലും സ്കൂളുകളിലും ഈ ശുശ്രൂഷ പഠിപ്പിച്ച് കഴിയുമ്പോൾ ഈ ശുശ്രൂഷ 5 വാക്കുകളിൽ ഞങ്ങൾ ക്രോഡീകരിക്കും, വിദ്യാർത്ഥികളുടെ തലയിൽ പതിയാൻ വേണ്ടി. ഇംഗ്ലീഷിലെ 5 വാക്കുകളാണ്.
എം എന്ന ലെറ്ററിൽ തുടങ്ങുന്ന 5 വാക്കുകളായതുകൊണ്ട് അതിന് കൊടുത്തിരിക്കുന്ന ഒരു ചുരുക്കപ്പേര് തന്നെ 5 M's ഇൻ ഹോളി കമ്മ്യൂണിയൻ. തിരുവത്താഴത്തിലെ 5 എമ്മുകൾ ഇതിനു മുമ്പ് ഞാനിവിടെ പലയാവർത്തി പ്രസ്താവിച്ചിട്ടുള്ളതാണ്. എങ്കിലും പുതുതായിട്ട് ഉള്ളവരുടെ അറിവിന് വേണ്ടി ആദ്യം 5 വാക്കുകൾ ഞാൻ പറയാം. മാറ്റർ, എമ്മിൽ തുടങ്ങുന്ന വാക്കാണ്. മെത്തേഡ്, എമ്മിൽ തുടങ്ങുന്ന വാക്കാണ്. മീനിങ്, മോട്ടീവ്, മെച്യൂരിറ്റി. ഇതാണ് ഈ ശുശ്രൂഷ ഈ 5 വാക്കുകളിലാണ് ക്രോഡീകരിക്കുക. മാറ്റർ, മെത്തേഡ്, മീനിങ്, മോട്ടീവ്, മെച്യൂരിറ്റി. മാറ്റർ, ഈ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കേണ്ട പദാർത്ഥം കോതമ്പപ്പവും മുന്തിരിച്ചാതും മാത്രമേ പാടുള്ളൂ. മറ്റൊരു പദാർത്ഥവും ഈ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ കോതമ്പ് മണിയാണ്. കോതമ്പ് മണി തനിയിരുന്നാൽ ജീവിക്കുകയില്ല, ചത്തുവെങ്കിലോ വളരെ ബലം കായ്ക്കും. ആ സ്വർഗത്തിലെ കോതമ്പ് മണിയായ കർത്താവ് താണഭൂമിയിൽ വന്ന് ഗത്സമനാ തുടങ്ങി ഗോൽഗോത്ത വരെ പൊടിഞ്ഞ നേരിയമാവായി കാൽവരി കൊലമരത്തിൽ പിതാവായ ദൈവത്തിന്റെ ഉഗ്ര കോപാഗ്നിയിൽ വെന്തു പാകമായി ജീവന്റെ അപ്പമായി ആ കോതമ്പപ്പമാണ് ഈ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കേണ്ടത്. അന്ത്യ അത്താഴം കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിന്റെ രാജ്യത്തിൽ പുതുതായി നിങ്ങളോടൊപ്പം കുടിക്കുന്നാൾ വരെ മുന്തിരി വള്ളിയുടെ അനുഭവം ഞാൻ ആസ്വദിക്കത്തില്ല. പാനീയം മുന്തിരിച്ചാതായിരിക്കണം. ഇതാണ് ഒന്നാമത്തെ വാക്ക്, മാറ്റർ, പദാർത്ഥം കോതമ്പപ്പവും മുന്തിരിച്ചാതും. രണ്ടാമത്തേത് മെത്തേഡ്. ഈ ശുശ്രൂഷയുടെ രീതി അപ്പം ആദ്യം വാഴ്ത്തി കൊടുക്കണം, അതിന് ശേഷം പാനപാത്രം വാഴ്ത്തി കൊടുക്കണം. സമുദായ സഭകളിൽ ഇത് ഒന്നിച്ച് മിക്സ് ചെയ്തും ഒക്കെയാണ് സഭാവിശ്വാസികൾക്ക് അവിടെ കൊടുക്കുന്നത്. എന്നാൽ ബൈബിളിലെ പ്രമാണം അപ്പം ആദ്യം വാഴ്ത്തി കൊടുക്കണം, അതിന് ശേഷം പാനപാത്രം വാഴ്ത്തി കൊടുക്കണം. ഈ അപ്പം കൊണ്ടുവരുമ്പോൾ അതിൽ കിടക്കുന്ന ഒരു കഷ്ണം എടുക്കുകയല്ല, ഓരോരുത്തരും നുറുക്കിയെടുക്കണം. നമ്മുടെ ഇടയിൽ തന്നെ ഒരു സഭായോഗത്തിന് തിരുത്താഴ് ശുശ്രൂഷ ഞാൻ സംബന്ധിച്ചപ്പോൾ ഞാനപ്പം വാഴ്ത്തി കൊടുത്തു. ആ കത്തുദാസൻ കൊണ്ടുവന്ന എല്ലാവരുടെയും കയ്യിലേക്ക് പിച്ചി കൊടുക്കുന്നതാണ്. സഹോദരന്മാർക്ക് സഹോദരിമാർക്കല്ല, നുറുക്കി ഇദ്ദേഹം തന്നെ ഞാൻ കൊടുത്തു. ഇത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, എന്തിനാ അങ്ങനെ ചെയ്തത്? അതാ ചായ എല്ലാവർക്കും ഈക്വലായിട്ടുള്ള പോഷൻ കിട്ടാൻ വേണ്ടിയാണ് കൊടുത്തത്. അല്ലെങ്കിൽ ചിലത് കൂടുതലെടുക്കാൻ, ചിലത് കുറച്ചെടുക്കും. അപ്പം ഞാൻ കൊരിന്ത്യർ ലേഖനത്തിലെ വാക്യം എടുത്ത് വായിച്ച് കേൾപ്പിച്ചു. നാം നുറുക്കുന്ന അപ്പം യേശുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? ഞാൻ നുറുക്കുന്ന അപ്പം എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, നാം. അപ്പോൾ ശുശ്രൂഷകനല്ല നുറുക്കി കൊടുക്കേണ്ടത്, വിശ്വാസികളും ശുശ്രൂഷകനും ഒരുമിച്ച് നുറുക്കണം. അപ്പോൾ ഈ ഇത് കൊണ്ടുവരുമ്പോൾ, അപ്പം കൊണ്ടുവരുമ്പോൾ അത് നുറുക്കിയെടുക്കണം. 21 ദിവസത്തെ ഉപവാസം കഴിഞ്ഞിരിക്കുക, എല്ലാവർക്കും വിശപ്പുണ്ട്. 5 വിരൽ വിട്ട് ഒരു വലിയ കഷ്ണമൊന്നും പതിക്കരുത്. 2 വിരൽ മാത്രമേ ഉപയോഗിക്കാവൂ. ദയവ് ചെയ്ത് നമ്മുടെ ലോക്കൽ സഭകളിലൊക്കെ ഈ അന്ധക്കഥന ഞാൻ കണ്ടിട്ടുണ്ട്, വഴക്കം പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ഇട്ട് വലിച്ചു പതിച്ച് അതവിടെ നടക്കട്ടെ, ഇവിടെ അത് യോഗ്യമല്ല. ഈ 2 വിരലേ ഉപയോഗിക്കാവൂ, ഒരു ചെറിയ നുള്ളു മാത്രമേ എടുക്കാവൂ. അതുപോലെ വീഞ്ഞു കൊണ്ടുവരുമ്പോൾ സഹോദരന്മാരുടെ ഇടയിൽ കൂടെ പാസ്റ്റർമാർക്ക് ഈ ഗ്ലാസും കൊണ്ടുവരാൻ അസൗകര്യമാകുമ്പോൾ ഇവിടെ കൈലോട്ടം കൊടുക്കും. ഉപവാസം കഴിഞ്ഞിരിക്കുക, ഒരു കവിളങ്ങ് വായിലോട്ട് ഒഴിക്കും. 5 പേര് കഴിയുമ്പോൾ ഗ്ലാസ്സിലെ വീഞ്ഞ് തീർന്നു. അപ്പോൾ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ ഇംഗ്ലീഷിൽ സിപ്പെന്ന് പറഞ്ഞതുപോലെ ചൂട് കാപ്പി ഊതി കുടിക്കുമ്പോൾ 3-4 തുള്ളി വെള്ളം കാപ്പി തുള്ളിയെ വായിലോട്ട് നാക്കി പറ്റത്തുള്ളൂ. അത്രയുമേ പാനപാത്രം നാക്കി വീണാ മതി. അല്ല, ഇത് ദാഹശമനത്തിനുള്ള അപ്പവും വീഞ്ഞൊന്നുമല്ല. അപ്പോൾ മെത്തേഡ്, അപ്പം ആദ്യം വാഴ്ത്തി കൊടുക്കണം, അതിന് ശേഷം പാനപാത്രം വാഴ്ത്തി കൊടുക്കണം. മൂന്നാമത്തെ വാക്ക് മീനിങ്. ഈ ശുശ്രൂഷയുടെ അർത്ഥം എന്താണ്? കർത്താവിൻ്റെ കാൽവരി ബലിമരണത്തെ സ്മരിക്കുക. കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ. അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളെ സ്മരിക്കുക, കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുക. ഇതാണ് ഇതിൻ്റെ മീനിങ്. നാലാമത്തെ വാക്ക് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം കർത്താവിൻ്റെ വരവിനു വേണ്ടി ഒരുങ്ങുക. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലെ വാക്യമാണ്, കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോൾ കർത്താവ് വരും, ഈ ശുശ്രൂഷ വെളിപ്പെടുത്തുന്നു. കർത്താവ് വന്നിട്ടില്ല, വരും, നമ്മളെ ചേർക്കും, നമ്മുടെ നിന്നകാലം മാറും. അതാണ് നമ്മുടെ മോട്ടീവ്. 5-ാമത്തെ വാക്ക് മെച്യൂരിറ്റി, പക്വത, യോഗ്യത. ഈ ശുശ്രൂഷയിൽ
പങ്കെടുക്കാനുള്ളവരുടെ യോഗ്യത എന്താണ്? ഇവിടെ കൂടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും കൂടെ ഭക്ഷിക്കാമോ? ഒരിക്കലുമല്ല. ഇത് ഭക്ഷിക്കുവാനുള്ള യോഗ്യത വെച്ചിട്ടുണ്ട്. പെന്തിക്കോസ് നാളിൽ പത്രോസ് എഴുന്നേറ്റ് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശം പറയുമ്പോൾ, നിങ്ങൾ മാനസാന്തരപ്പെടണം, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും, വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, കൂട്ടായ്മ ആചരിക്കണം, അടുത്തെഴുതിയിരിക്കുന്നു അപ്പം നുറുക്കണം. അപ്പോൾ ഈ അപ്പം നുറുക്ക 6ാമത്തെ ഉപദേശമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 5 പടികളിൽ കൂടി കടന്നുപോയ ഒരു ദൈവവൈതല്യം വെച്ചിരിക്കുന്ന പ്രമാണമാണ് അപ്പം നുറുക്കം. അപ്പോൾ ഇതിൽ പങ്കെടുക്കാനുള്ള അവിടെ യോഗ്യത 1 രക്ഷിക്കപ്പെട്ടവരായിരിക്കണം, 2 വിശ്വാസ സ്നാനം ഏറ്റവരായിരിക്കണം. ഇന്നലെ 4 പേര് ഇവിടെ സ്നാനപ്പെട്ടു. വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെടണം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. 3 പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയോ അതിൽ വിശ്വസിക്കുന്നവരോ ആയിരിക്കണം. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി പുലർത്തുന്നവരായിരിക്കണം. PMG സഭയുടെ ബൈലോ പ്രകാരം ആഭരണ വചനം പാലിച്ചവരുമായിരിക്കണം. ഇവർ മാത്രമേ ഇന്ന് തൽക്കാലം ഈ മേശയിലേക്ക് കൈ നീട്ടാവൂ എന്ന് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷയ്ക്കുള്ള ആ ക്രമീകരണത്തിനായി ക്രൂശിനെ ധ്യാനിക്കുന്ന ഒരു പാട്ടിൻ്റെ ഒരു ഈരടി പാടുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്ന്, കുഞ്ഞുങ്ങൾ ആദ്യം ഈ ഹോളിനെ പുറത്ത് പോകരുത്, കുഞ്ഞുങ്ങൾ 2 വശത്തായിട്ടിരിക്കണം. ഇതിൽ പങ്കെടുക്കാത്തവർ ദയവ് ചെയ്ത് പുറകിലോട്ട് മാറിയിരിക്കണം. കസയിലിരിക്കുന്ന മാതാക്കൾ പിതാക്കൾ അവിടെ തന്നെ ഇരുന്നാൽ മതി. അപ്പവീഞ്ഞുകൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളിത് ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി കൊണ്ടുവന്നവർ നിങ്ങളുടെ സമീപേ കൊണ്ടുവരികയും ചെയ്യും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ക്രൂശിന്മേ മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ ഞാൻ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. കഴിഞ്ഞ 21 ദിവസം നാം നമ്മുടെ കുറവുകൾ കണ്ടെത്തി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ കത്തുമേശയുടെ മുമ്പിലിരിക്കുന്ന ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുറവുകളെ നമുക്ക് കണ്ടെത്താം. കർത്താവ്, ഈ വിശുദ്ധമായ മേശയിലേക്ക് കൈ നീട്ടുവാൻ എൻ്റെ കരങ്ങൾ വിശുദ്ധമോ? നീ എന്നെ കഴുകണമേ, നീ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ഉള്ളു തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇത് കർത്താവിൻ്റെ കാൽവരി ബലിമരണത്തെ സ്മരിക്കുന്ന ശുശ്രൂഷയാകിയാൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ക്രൂശിലേക്ക് ഉയർത്താം. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ കിടക്കുക. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനാണ്. അവൻ്റെ കന്നെ താഞ്ഞടിച്ചിട്ടുണ്ട്, താടി രോമങ്ങൾ വലിച്ചു വധിച്ചിട്ടുണ്ട്, മുഖത്ത് കാക്കിച്ച് തുപ്പിയിട്ടുണ്ട്, ചാട്ടവാതാലുള്ളി അടിയേറ്റ് നീണ്ട ഉഴച്ചാലുകൾ അവൻ്റെ മുതുകിൽ വീണ് കിടപ്പുണ്ട്. എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാമെന്ന് പറയുമാറ് മാംസപേശികൾ പറഞ്ഞു പോയിട്ട് അസ്ഥികൾ വെളിപ്പെട്ട് നിൽക്കുന്നു. അവൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിപ്പോയി, അവൻ്റെ നാവെണ്ണാക്കോട് പറ്റിപ്പോയി, അവൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെയായി. മനുഷ്യരെല്ലാം തന്നെ തള്ളി എന്ന് കണ്ടപ്പോൾ തള്ളാത്ത പിതാവിലേക്ക് തല ഉയർത്തി. കണ്ട കാഴ്ച അതിലും ദാരുണം, പിതാവ് പുത്രനെ ക്രൂശിൽ കൈവിട്ടു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീയും കൂടി എന്നെ കൈവിട്ടുവോ എന്ന് പറഞ്ഞ കർത്താവ് ക്രൂശിൽ അലറിക്കരഞ്ഞത് എന്നെയും നിങ്ങളെയും സ്നേഹിച്ച് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ അവൻ ഏകനായി ക്രൂശിൽ മുന്തിരിച്ചക്ക് ചവിട്ടുകയായിരുന്നു. ദൈവമക്കളെ, ഈ കാഴ്ച നമുക്ക് ഏതുമില്ലയോ? നമുക്ക് യേശുവിനെ സ്നേഹിക്കാം, അവൻ്റെ പഞ്ചമുതുകളെ ചുംബിക്കാം. ഇനിയുള്ള ആയുസ് ഈ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമ്മളെ തന്നെ ദൈവങ്ങളിലേക്ക് താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്യാം. കർത്താവ് ഈ അപ്പത്തെ വാഴ്ത്തി തരുവാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയപിതാവേ, ഈ അപ്പത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കോതമ്പ് മണിയാണ്, ജീവന്റെ അപ്പമാണ് എന്ന് പറഞ്ഞ കർത്താവേ, അവിടെ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളെ ഞങ്ങൾ ഓർക്കുന്നു. അവിടുത്തെ തങ്ക തിരുമേനി തല്ലി തകർക്കപ്പെട്ടല്ലോ, അതോർത്ത് സ്തോത്രം. ആണിപ്പഴുതേറ്റ കഴുന്നീട്ടി ഈ അപ്പത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തരണമേ. ഇത് ഭക്ഷിച്ച് ജീവൻ പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ഏവർക്കും ഇടയാക്കണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.
ഈ അപ്പം കൊടുക്കുവാൻ ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്തദാസന്മാരായ ജോഫി ജോസഫ്, പ്രവീൺ ജോസഫ്, മുമ്പിലിരിക്കുന്ന കോശി ഐസക്ക്, സോമന്, സാബു, TM ജോർജ് എന്നീ ആദ്യ കർത്തദാസന്മാരും ദൈവവേദവും പോട്ട് കടന്നു വരുവാൻ ഓർപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരമാകും. നാം നുറുക്കുന്ന അപ്പം യേശുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകെ കൊണ്ട് പലതായ നാം ആ ശരീരത്തിൻ്റെ അംശികളാകുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരമാകുന്നു. നാം നുറുക്കുന്ന അപ്പം യേശുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകെ കൊണ്ട് പലതായി നാം ഒരു ശരീരത്തിൻ്റെ അംശികളാകുന്നു. അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി ഒഴുന്നോടെ ശിഷ്യർക്ക് പൊന്നായ തിരുജടം നരർക്കു വേണ്ടി നുറുങ്ങി. പൊന്നായ തിരുജടം നരർക്കു വേണ്ടി നുറുങ്ങി. ഒന്നോടെ തിരുരക്തം ചൊരിയുമല്ലോ. ഒന്നോടെ തിരുരക്തം ചൊരിയുമല്ലോ. മഹാത്മ്യമിതിനവധിയുണ്ടു രഹസ്യമേ. മഹാത്മ്യമിതിനവധിയുണ്ടു രഹസ്യമേ. ഏകൻ പോയല്ലോ ബലി കഴിവതിനായി. ഏകൻ പോയല്ലോ ബലി കഴിവതിനായി. പൊന്നേശു നരത്തിരുബലി മരണം നിനപ്പാൻ. പൊന്നേശു നരത്തിരുബലി മരണം നിനപ്പാൻ. തന്നാനോരോ നിയമം അതിശയമേ. തന്നാനോരോ നിയമം അതിശയമേ. പൊന്നായ തിരുജടം നരർക്കു വേണ്ടി നുറുങ്ങി. പൊന്നായ തിരുജടം നരർക്കു വേണ്ടി നുറുങ്ങി. ഒന്നോടെ തിരുരക്തം ചൊരിയുമെന്നോ. ഒന്നോടെ തിരുരക്തം ചൊരിയുമെന്നോ. അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി. അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി. തൃപാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്ക്. തൃപാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്ക്. മഹാത്മ്യമിതിനവധിയുണ്ടു രഹസ്യമേ. മഹാത്മ്യമിതിനവധിയുണ്ടു രഹസ്യമേ. ഏകൻ പോയല്ലോ ബലി കഴിവതിനായി. ഏകൻ പോയല്ലോ ബലി കഴിവതിനായി. ഈ അപ്പത്തിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചിട്ട് ആർക്കെങ്കിലും ലഭിക്കാതെ പോയെങ്കിൽ ദയവായി വലങ്കരമുയർത്താം. അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി. അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി. തൃപ്പാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്ക്. തൃപ്പാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്ക്. കർത്താവ് അപ്പത്തെ വാഴ്ത്തി തന്നുകൊണ്ട് നമുക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം.
അപ്പത്തെ വാഴ്ത്തി തന്ന കർത്താവ് ഈ പാനപാത്രത്തെ വാഴ്ത്തി തരുവാ. നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ പാനപാത്രത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ച ബോസ്രയിൽ നിന്ന് കയറി വരുന്നോരുവനാ നീതിയെ അരുളി ചെയ്തവനും രക്ഷിപ്പാൻ വല്ലവനുമായ ഞാൻ തന്നെ എന്നെ അരുളി ചെയ്ത ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നീതിയെ അരുളി ചെയ്യുവാൻ അവിടുന്ന് കാൽവരി ക്രൂശിൽ കൈകളും കാലുകളും കാതിരിമ്പാണികൾ കേൾപ്പിച്ചു. ശിരസിൽ മുൾക്കിരീടം ചൂടി വിലാപുരം കുത്തിപ്പളർന്ന അവസാന തുള്ളി രക്തം വരെ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കി തന്ന നാഥ, ആ പഞ്ചമുതിൽ കൂടി ഒഴിയ രക്തം കൊണ്ട് ഞങ്ങളെ ഒരു വട്ടം കൂടെ കഴുകണമേ. ഈ പാനപാത്രത്തെ വിശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് തരണമേ. ഇത് പാനം ചെയ്ത് അനുഗ്രഹവും ജീവനും ചൈതന്യമാകുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി കുടിപ്പീൻ, പുതിയ നിയമത്തിൽ എൻ്റെ രക്തമാകുന്നു. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം യേശുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി കുടിപ്പീൻ, പുതിയ നിയമത്തിൽ എൻ്റെ രക്തമാകുന്നു. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം യേശുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? സർവപാപക്കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ. സർവപാപക്കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ. ഊർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ. ഊർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ. യേശുവോടി ലോക ചെയ്ത ദോർക്ക നീ എന്നുള്ളമേ. യേശുവോടി ലോകർ ചെയ്ത ദോർക്ക നീ എന്നുള്ളമേ. വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ. വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ. കാട്ടുചെന്നായി കൂട്ടമായോരാടിനെ പീഡിച്ചപ്പോൾ. കാട്ടുചെന്നായി കൂട്ടമായോരാടിനെ പീഡിച്ചപ്പോൾ. കൂട്ടമായി ദുഷ്ടരടിച്ച പോൾ ചൊരിഞ്ഞ രക്തമേ. കൂട്ടമായി ദുഷ്ടരടിച്ച പോൾ ചൊരിഞ്ഞ രക്തമേ. മുള്ളുകൊണ്ടുള്ളോർ മുടിയാൽ മന്നവൻ തീരുതല. മുള്ളുകൊണ്ടുള്ളോർ മുടിയാൽ മന്നവൻ തീരുതല. ഉള്ളിലും പുറത്തുമായി പാഞ്ഞ തിരുരക്തമേ. ഉള്ളിലും പുറത്തുമായി പാഞ്ഞ തിരുരക്തമേ. നീടയിലും പാടിക്കൊണ്ടു ദുഷ്ടരാ കൈകാലുകളെ. നീണ്ടയിലും പാടിക്കൊണ്ടു ദുഷ്ടരാ കൈകാലുകളെ. തോണ്ടിയ നേരം ചൊരിഞ്ഞ രക്ഷിതാവിൻ രക്തമേ. തോണ്ടിയ നേരം ചൊരിഞ്ഞ
രക്ഷിതാവിൻ രക്തമേ വഞ്ചക സാത്താനെ ബന്ധി ചന്തകാരം നീക്കുവാൻ വഞ്ചക സാത്താനെ ബന്ധി ചന്തകാരം നീക്കുവാൻ ഞങ്ങൾ വഴിയായി വാഞ്ഞ തിരുരക്തമേ ഞങ്ങൾ വഴിയായി വാഞ്ഞ തിരുരക്തമേ സർവപാപ കലകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ സർവപാപ കലകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ ഊർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ യേശുവോടി ലോകം ചെയ്തോർക്കറിയാനുള്ളവേ യേശുവോടി ലോകം ചെയ്തോർക്കറിയാനുള്ളവേ വേദനയോടെ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ വേദനയോടെ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ കൂട്ടമായോരാടിനെ പീഡിച്ചപ്പോൾ കാട്ടുചെന്നായി കൂട്ടമായോരാടിനെ പീഡിച്ചപ്പോൾ കൂട്ടമായി ദുഷ്ടരടിച്ചപ്പോൾ ചൊരിഞ്ഞ രക്തമേ കൂട്ടമായി ദുഷ്ടരടിച്ചപ്പോൾ ചൊരിഞ്ഞ രക്തമേ മുള്ളുകൊണ്ടുള്ളോർ മുടിയാൽ മന്നവൻ തിരുത്തല മുള്ളുകൊണ്ടുള്ളോർ മുടിയാൽ മന്നവൻ തിരുത്തല ഉള്ളിലും പുറത്തുമായി തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ സർവപാപ കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ ഉർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ ഊർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ Hallelujah, 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 hallelujah. Wabala bala bala ba shambala bala ba. Wabala bala bala ba shambala bala ba. Wabala bala ba shambala bala ba. Stotram, stotram, stotram.
ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ച ശേഷം ആർക്കെങ്കിലും പാനപാത്രം ലഭിക്കാതെ പോയെങ്കിൽ ദയവായി വലങ്കര ഉയർത്താം. കർത്താവ് ഈ പാനപാത്രത്തെ വാഴ്ത്തി തന്നോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മേശമേൽ അപ്പവീഞ്ഞുകൾ ശേഷിപ്പുണ്ട്. ഇത് വെളിപ്പെടുത്തുന്നു നമ്മുടെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷയുടെ മുമ്പിലായിരുന്നു നാം. കർത്താവ് വരും, നമ്മെ ചേർക്കും, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. ഈ മേശ വെളിപ്പെടുത്തുന്നു ഇതുപോലൊരു പന്തി ഭോജനം നിത്യതയിലുണ്ട്. അന്ത്യ-അത്താഴം കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ പുതുതായി നിങ്ങളോടൊപ്പം കുടിക്കുന്നാൾ വരെ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കുകയില്ല. ചുരുക്കം ചിലരായി നാം ഇന്ന് പൽക്കാലം ഇതെന്ന് ഭക്ഷിച്ചു പാനം ചെയ്തു. എണ്ണിക്കൂടാത്ത വെള്ളവസ്ത്രധാരികൾ ഒന്നിച്ചു കൂടുന്ന ബിയൂലയുടെ മഹൽ സദസ്സിൽ വെച്ച് ഇതുപോലൊരു പന്തിഭോജനം നടക്കും. ഈ മേശ വെളിപ്പെടുത്തുന്നു ഇതിൻ്റെ അവകാശികൾ ഈ ദേശത്തുണ്ട്, നമ്മുടെ ഭവനങ്ങളിലുണ്ട്, ഈ ആലയത്തിൻ്റെ ചുറ്റുവട്ടത്തിലുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ അവിടുത്തെ വരവിൻ്റെ താമസമെങ്കിൽ ഇനിയും ഇതുപോലൊരു മേശ ഒരുങ്ങപ്പെടുന്നെങ്കിൽ ഇതിൻ്റെ അവകാശികളെ ആലയത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. അവ സ്തോത്രം ചൊല്ലിയ ശേഷം ഒലിമലയ്ക്ക് പോയി എന്ന് മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നു. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചൊല്ലുവീനെന്ന് തെസ്സലോനിക്ക ലേഖനത്തിലും വായിക്കുന്നു. ഈ രണ്ട് വാക്യങ്ങളുടെ വെളിച്ചത്തിൽ നാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സഹോദരന്മാർ തമ്മിൽ വിശുദ്ധ ചുംബനം ചെയ്ത് ദൈവമക്കളുടെ സ്നേഹവും കൂട്ടായ്മയും ഐകമത്യവും പ്രകടിപ്പിക്കാം. ഒരു സ്തോത്രഗാനം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. എനിക്കാനന്ദമേകായുഗം തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം അസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം അസന്നമേ. അതെന്നാശയേ അതെന്നാനന്ദമേ അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതെന്നാശയേ അതെന്നാനന്ദമേ അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. വാഗ്ദത്ത നാടതിലെ ശാശ്വതമ വീട്ടിലൻ സേവകർ ദൈവദൂതരല്ലോ. വാഗ്ദത്ത നാടതിലെ ശാശ്വതമ വീട്ടിലെ സേവകർ ദൈവദൂതരല്ലോ. ദൈവ കടലും ശുദ്ധരോടൊന്ന